പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 13-ാം അധ്യായത്തിലെ ഒരു സംഭവമാണ് നമ്മളിന്ന് ധ്യാന വിഷയമാക്കുന്നത്. അബ്രാഹത്തിൻ്റെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട, വളരെ വലിയൊരു മാതൃക നൽകുന്ന ഒരു വിവരണമാണ് ഈ അധ്യായത്തിൽ കാണുന്നത്. 12-ാം അധ്യായത്തിൽ അബ്രാഹത്തെ ദൈവം വിളിച്ചപ്പോൾ അബ്രാഹം ഹാരാനിൽ നിന്ന് പുറപ്പെട്ട് പല സ്ഥലങ്ങളിലും കറങ്ങി നടന്ന അവസാനം കാനാനിലെത്തിയിട്ട് അവിടെ ഒരു സമൃദ്ധി കാണാതെ വന്നപ്പോൾ, ഒരു സുരക്ഷിതത്വമൊന്നും കിട്ടാതെ വന്നപ്പോൾ കൂടുതൽ സുരക്ഷിതത്വവും സമൃദ്ധിയും സുഖവും തേടി ഈജിപ്തിലേക്ക് പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഈജിപ്തിൽ നെഗബിലേക്ക് പോയി. നെഗബിലേക്ക് പോകുമ്പോൾ ലോത്ത് കൂടെ ഉണ്ടായിരുന്നു. അബ്രാമിന് ധാരാളം കന്നുകാലികളും സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു. അവൻ നെഗബിൽ നിന്ന് ബഥേൽ വരെയും ബഥേലിനും ആയിക്കുമിടയ്ക്ക് താൻ മുമ്പ് കൂടാരമടിച്ചതും ആദ്യമായി ബലിപീഠം പണിതതുമായ സ്ഥലം വരെയും യാത്ര ചെയ്തു. അവിടെ അബ്രാഹം കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. ഇനി അത്രയും പറഞ്ഞിട്ട് ആ ചരിത്ര പശ്ചാത്തലം വിവരിച്ചിട്ട് ബൈബിൾ ഗ്രന്ഥകർത്താവ് ഒരു വലിയ ദുരന്ത കഥയുടെ വിവരണം ആരംഭിക്കുകയാണ്. അവൻ്റെ കൂടെ പുറപ്പെട്ട ലോത്തിനും ആട്ടിൻപറ്റങ്ങൾ, കന്നുകാലികൾ കൂട്ടങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകാൻ സാധ്യതയുള്ളത് അബ്രാഹവും സാറായും ലോത്തും മാത്രമാണ് ഹാരാനിൽ നിന്ന് കാനാനിലേക്ക് പോയതെന്നാണ്. അല്ല, ബൈബിൾ പണ്ഡിതന്മാർ പറയുന്ന ഒരു കൂട്ടക്കുടിയേറ്റമാണ്. കൂട്ടക്കുടിയേറ്റത്തിൻ്റെ ഭാഗമായിട്ട് പോകുന്നവരാണ്. അക്കൂട്ടത്തിൽ ഇവിടെ കഥാപാത്രങ്ങളിൽ പ്രധാനപ്പെട്ടവരെ മാത്രം അവതരിപ്പിച്ചു. അബ്രാഹം, സാറായി, ലോത്ത്. അബ്രാഹത്തിൻ്റെ സഹോദരനായ ഹാരാൻ, അദ്ദേഹം ഹാരാനിൽ വെച്ച് മരിച്ചു. ഹാരാൻ സ്ഥലത്തിൻ്റെ പേരുമാണ്, ആളുടെ പേരുമാണ്. തേരാഹിൻ്റെ മക്കൾ നാഹോർ, അബ്രാഹം, ഹാരാൻ. ഈ ഹാരാൻ്റെ മകനാണ് ലോത്ത്. അപ്പോൾ ഹാരാൻ്റെ പുത്രനായ ലോത്ത് അപ്പൻ്റെ മരണശേഷം അനാഥനായപ്പോൾ അബ്രാഹം വലിയ സ്നേഹത്തോടെ അവനെ കൂടെ കൂട്ടി. അബ്രാഹത്തിൻ്റെ വലിയൊരു സഹോദര സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ നമ്മളവിടെ കാണുന്നു. പക്ഷേ ഈ ലോത്തിന് അതുവരെ ഉണ്ടായിരുന്ന അപ്പനിന്ന് കിട്ടിയ സമ്പത്തായിരിക്കാം അതോടുകൂടിയാണ് കൊണ്ട് കുടിയേറ്റം നടത്തിയത്. അങ്ങനെ ലോത്തിന് വലിയ സമ്പത്തുണ്ടായിരുന്നു. ആട്ടിൻപറ്റങ്ങൾ, കന്നുകാലിക്കൂട്ടങ്ങളും ഉണ്ടായിരുന്നു. മാത്രമല്ല കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ ആ ദേശം മതിയായില്ല. കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. ഒന്നിച്ച പാർക്കുക വയ്യാതായി. അബ്രാമിൻ്റെയും ലോത്തിൻ്റെയും കന്നുകാലികളെ മേയ്ക്കുന്നവർ തമ്മിൽ കലഹമുണ്ടായി. അക്കാലത്ത് കാനാനുകാർ പെരിസ്യരും നാട്ടിൽ പാർത്തിരുന്നു. അബ്രാഹം നെഗബിലേക്ക് പോയി. നെഗബില് അബിമേലെക്കിൽ നിന്ന് കുറേ സമ്പത്ത് കിട്ടിയ ചരിത്രം 20-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ അബിമേലെക്കിൻ്റെ ആ നാട്ടിൽ വെച്ച് ഒത്തിരി സമ്പത്തൊക്കെ കൊടുത്താണ് അബ്രാഹത്തെ അബിമേലെക്ക് വിടുന്നത്. അപ്പോൾ അബ്രാഹത്തിന് അതിനു മുമ്പുള്ള ഈ കാലഘട്ടത്തിൽ കിട്ടിയ സമ്പത്തൊക്കെ കയ്യിലുണ്ട്. കന്നുകാലികൾ, അതുപോലെ ആട്ടിൻപറ്റങ്ങൾ, കൂടാരങ്ങളൊക്കെ ഉണ്ട്. അത് ലോത്തിനും ഉണ്ട്. അതുപോലെ ഈ ഇടയന്മാർ തമ്മിൽ, അബ്രാഹത്തിൻ്റെ ലോത്തിൻ്റെ ഇടയന്മാർ തമ്മിൽ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അബ്രാഹം പരിശുദ്ധാത്മാവിൻ്റെ നിവേശനം കിട്ടുന്ന ആളായതുകൊണ്ട് അബ്രാഹത്തിന് മനസ്സിലായി സഹോദരങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയ്ക്കും വിഭജനത്തിനും ഭിന്നതയ്ക്കും കലഹത്തിനും കാരണമാകരുത് സമ്പത്തും ഒരുമിച്ചുള്ള വാസവും. ഇവിടെ ഒരു അപ്പൻ ഒരിക്കൽ എന്നോട് പറഞ്ഞൊരു 23 24 വർഷം മുമ്പാണ് എന്നോട് പറഞ്ഞത്, ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, എൻ്റെ 3 മക്കളും എൻ്റെ കൂടെ ജീവിക്കും. ഒറ്റ വീട് ഞങ്ങൾ പണിയും. ഓരോരുത്തർക്കും 3-4 മുറികൾ കൊടുക്കും. അവർക്കും അവരുടെ മക്കൾക്കും ഭാര്യയ്ക്കും ഒക്കെ കഴിയാനുള്ള സൗകര്യങ്ങൾ കൊടുക്കും. വിശാലമായി മുറ്റം. ഞങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കും. ഭക്ഷണം ഓരോ ദിവസവും ഓരോ വീട്ടിൽ. ഓരോരുത്തർക്കും അവരവരുടെ വീട്ടിൽ സ്വാതന്ത്ര്യമുണ്ട്. അല്ല, ഓരോ വീടിൽ എന്ന് പറഞ്ഞാൽ വലിയൊരു വീട്, അതിൻ്റെ അകത്ത് ഓരോ ദിവസവും ഓരോ വീട്ടുകാരെ ഭക്ഷണം തയ്യാറാക്കണം. 3 മക്കൾ, അമ്മ എല്ലാ ദിവസവും റെസ്റ്റാണ്, അപ്പൻ്റെ കൂടെ പ്രാർത്ഥന. 3 മക്കളും എല്ലാ ജോലികളും ചെയ്യും. അവരുടെ ഭാര്യമാർ, മക്കളെല്ലാവരും കൂടി ഒരുമിച്ച് ജീവിക്കും.
അപ്പോൾ അന്ന് എനിക്ക് ഇന്ന് പറയാവുന്നതുപോലെ ഒരു 10-24 വർഷം ആയതുകൊണ്ട് വലിയ അനുഭവജ്ഞാനമൊന്നും ഇല്ലെങ്കിലും എനിക്ക് കിട്ടിയ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറഞ്ഞു, ഇപ്പോൾ അത് എളുപ്പത്തിലൊക്കെ പോകുമെങ്കിലും പിന്നീട് കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഭിന്നതയും കലഹമൊക്കെ വരില്ലേ? കാരണം മനുഷ്യർ എല്ലാവരും സ്നേഹത്തിൽ കഴിയണമെന്ന് കരുതി അവരെല്ലാവരും ഒറ്റ വീട്ടിൽ ഒരു കൂരയ്ക്ക് കീഴിൽ കഴിയണം നിർബന്ധമില്ല. ഭാര്യ, ഭർത്താവ്, മക്കളടങ്ങുന്ന ഓരോ കുടുംബ കൂട്ടായ്മയും വേറെ മാറി താമസിക്കുന്നതാണ് നല്ലത്. അപ്പം പറഞ്ഞു, അച്ഛൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ വെച്ചാണ് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത്, അച്ഛൻ്റെ സഹോദരങ്ങളെ പോലെയല്ല എൻ്റെ മക്കൾ എന്ന് വളരെയേറെ പക്വതയില്ലാത്തൊരു കമൻ്റ് ആ അപ്പനിൽ നിന്നുണ്ടായി. എൻ്റെ വീട്ടുകാരെക്കുറിച്ച് ചേട്ടനൊന്നും അറിഞ്ഞുകൂടാ. എങ്കിലും പറഞ്ഞു, അച്ഛൻ്റെ കുടുംബത്തിലുള്ളവരെ പോലെ ഒന്നുമല്ല എൻ്റെ കുടുംബത്തിലുള്ളവർ, സഹോദരങ്ങൾ. ഞാനാണ് അവരെ വളർത്തുന്നത്. ഞാനും എൻ്റെ ഭാര്യയും കൂടി അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ അവരെ അതുപോലെ ദൈവഭയത്തിൽ വളർത്തുന്നു. ഇത്രയും പറഞ്ഞിട്ട് ഞാനിതിൻ്റെ അവസാനത്തേക്ക് വരികയാണ്. ഇന്ന് ഈ 3 സഹോദരങ്ങളും 3 സ്ഥലത്തായിട്ട് വസിക്കുന്ന മാത്രമല്ല, വർഷങ്ങളായിട്ട് അവർ തമ്മിൽ കണ്ടാൽ മിണ്ടാത്തത്തോളമുള്ള കലഹത്തിലാണ്. അവർ 3 പേരും ആത്മജീവിതം നയിക്കുന്നു. പക്ഷെ ഇവർ തമ്മിൽ മിണ്ടില്ല. ഇവർ തമ്മിൽ മക്കളുടെ കല്യാണത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പള്ളിയിൽ ചെന്ന് ചടങ്ങിൽ പങ്കെടുക്കും, പക്ഷേ വിരുന്നിന് പോവില്ല. വാശിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങി വെച്ച വഴക്ക്, വാശി അങ്ങ് വർദ്ധിച്ച് വഴക്ക് മൂത്ത് നമ്മുടെ മാതൃഭൂമിയും അയൽ രാജ്യവുമായിട്ട് എത്ര വലിയ സ്പർദ്ധയെ കഴിയുന്നുണ്ട്, അതിനേക്കാളും വലിയ സ്പർദ്ധയെ കഴിയുകയാണ്. മാത്രമല്ല, ഒരാളുടെ ബിസിനസ് മറ്റൊരാളെ തട്ടിയെടുക്കുന്നുള്ള പരാതിയുടെ പേരിൽ പോലീസ് കേസ് പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ ആ കുടുംബത്തിലെ അപ്പനെ കണ്ടപ്പം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, 24 വർഷം മുമ്പ് എന്നോട് പറഞ്ഞ വാക്കുകൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഇവർ പ്രായമാകുമ്പോൾ പിഴക്കോഴി കുഞ്ഞുങ്ങളെ സമയമാകുമ്പോഴേക്ക് കൊത്തിപ്പിരിക്കുന്നത് പോലെ അങ്ങനെയല്ലെങ്കിലും ഒന്നും സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കണം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞ ആ പാപവാക്കിൻ്റെ ശാപം എൻ്റെ മേൽ വീണതായിരിക്കാം, എനിക്ക് മക്കൾ 3 പേര് നഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു, അങ്ങനെ കരുതണ്ട. അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു. എനിക്ക് ആ കേട്ടപ്പം പ്രയാസമുണ്ടെന്നുള്ള സത്യം തന്നെ. പക്ഷേ ആരും അങ്ങനെ പറയാൻ പാടില്ല, ആരും അങ്ങനെ ചെയ്യാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, അബ്രാഹത്തിന് ഈ ജ്ഞാനം കിട്ടി. തൻ്റെ സഹോദരപുത്രനും താനും ഒരു പ്രദേശത്ത് ദൈവത്തിൻ്റെ വാഗ്ദാന ഭൂമിയിൽ കഴിയാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. കാരണം സമ്പത്ത് പെരുകി, സൗകര്യങ്ങൾ കൂടുതൽ വേണം. 2 കൂട്ടരുടെയും സ്വഭാവങ്ങളൊക്കെ വ്യത്യാസങ്ങളുള്ളത്. അത് പിന്നീട് തെളിയിക്കപ്പെടുകയും ചെയ്തു. അബ്രാഹം നോക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലാണ്. ഇടയ്ക്ക് മണ്ടത്തരങ്ങൾ പറ്റിയെങ്കിലും നെഗബിലേക്ക് പോയതും ഈജിപ്തിലേക്ക് പോയതും ഹാഗാറിനെ പ്രാപിച്ചതും ദൈവത്തിൻ്റെ വാഗ്ദാനത്തോടുള്ള വിശ്വസ്തതയിലുണ്ടായ വീഴ്ചകളായിരുന്നെങ്കിലും അബ്രാഹം എപ്പോഴും ദൈവത്തെ നോക്കി ദൈവത്തിൻ്റെ തിരിഹിതമറിഞ്ഞ് ദൈവസ്വരം കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ഉള്ളു തുറന്നിരിക്കുന്ന ആളായിരുന്നതുകൊണ്ട് ഒരു തിരുവെളിപാടിൻ്റെ വെളിച്ചവുമായിട്ട് ലോത്തിനോട് പറഞ്ഞു, നമ്മുടെ ഇടയന്മാർ തമ്മിൽ കലഹമുണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. സത്യത്തിൽ സഹോദരന്മാരല്ല. അബ്രാഹത്തിൻ്റെ സഹോദരപുത്രനെ സഹോദരനെ വിളിക്കില്ല. പക്ഷേ അന്നത്തെ ആ നാട്ടിൽ എല്ലാ ബന്ധത്തിൽപ്പെട്ടവരെയും സഹോദരങ്ങൾ എന്ന് വിളിക്കുമായിരുന്നു. അതായത് കുടുംബാംഗങ്ങൾ എല്ലാവരെയും സഹോദരങ്ങൾ എന്ന് വിളിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അത് യേശുവിൻ്റെ കാലഘട്ടത്തിലുണ്ട്. യേശുവിൻ്റെ അമ്മയായ മറിയം, വളർത്തച്ഛനായ ജോസഫ്, അവരുടെ സഹോദരങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ ബന്ധുക്കളുടെ മക്കളെയൊക്കെ സഹോദരങ്ങൾ എന്ന് അവതരിപ്പിച്ചു. അത് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. അതാണ് ബൈബിളിൽ നിന്റെ സഹോദരങ്ങൾ, ബന്ധുക്കളാണ് അവർ, കസിൻസ്. ആ അർത്ഥത്തിൽ ഇവിടെ അബ്രാഹം പറയുന്നു, നമ്മൾ സഹോദരങ്ങളാണ്. നീ ഇളയതാണ്, ഞാൻ മൂത്തതാണ്. കാരണം നീ എൻ്റെ സഹോദരൻ്റെ മകൻ മാത്രമാണെന്നൊന്നും അബ്രാഹം പറഞ്ഞില്ല. ഹൃദയവിശാലതയും വിശുദ്ധിയും സഹോദര സ്നേഹവും നിറഞ്ഞു നിന്ന അബ്രാഹം പറഞ്ഞു, നീ എൻ്റെ സഹോദരനാണ്, ഞാൻ നിൻ്റെ സഹോദരനാണ്. ഇതാ ദേശമെല്ലാം നിൻ്റെ കൺമുമ്പിലുണ്ടല്ലോ. അപ്പോൾ അവരിവിടെ ഒരുമിച്ച് കൂടി താമസിക്കുന്ന ഈ അവസരത്തിൽ അവർ ബഥേലിനും ആയിക്കുമിടയിൽ കൂടാരമടിച്ച് താമസിക്കുക. അപ്പോൾ അബ്രാഹം പറയുകയാണ്, നീ ഈ മുമ്പിൽ കാണുന്ന എല്ലാം ഇപ്പം നമുക്ക് ദൈവം തന്നിരിക്കുന്നതാണ്. എന്നെ പിരിഞ്ഞു പോവുക, ഇടതുഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലതുവശത്തേക്ക് പോയിക്കൊള്ളാം, വലതുഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ ഇടത്തേക്ക് പോയിക്കൊള്ളാം. അന്നത്തെ പാരമ്പര്യമനുസരിച്ചും ശൈലി അനുസരിച്ചും മൂത്തവർക്കാണ് ആദ്യം തിരഞ്ഞെടുക്കാനുള്ള അവകാശം. അബ്രാഹം ഹൃദയവിശാലതയോടെ
സഹോദര സ്നേഹത്തിൻ്റെ പാരമ്യത്തിൽ നിന്ന് ഹൃദയശുദ്ധിയോടെ സഹോദരപുത്രനായ ഇളയവനായ ലോത്തിനോട് പറയുന്നു, ഇടതും വലതുമുള്ളത്, ഇടത്തോട്ടാണ് നീ പോകുന്നെങ്കിൽ ഇടത്തോട്ട് പൊയ്ക്കൊള്ളുക, വലത്തോട്ടാണെങ്കിൽ വലത്തോട്ട്, പക്ഷേ നീ ആദ്യം എടുത്തോ, അത് കഴിഞ്ഞ് മതി എനിക്ക്. നോക്കുക അബ്രാഹത്തിൻ്റെ ഹൃദയശുദ്ധി. ഇത് കേട്ടപ്പോൾ ഈ അപ്പൻ്റെ സഹോദരനായ അബ്രാഹം ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഏത് കഠിന ഹൃദയരുടെ ഉള്ളിൽ ഒരു ചെറിയ ചലനം ഉണ്ടാകും. പക്ഷെ ലോത്തിന് അതുണ്ടായില്ല. 10-ാം വചനം പറയുകയാണ്, ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. അത് കർത്താവിൻ്റെ തോട്ടം പോലെയും സോവാറിന് നേരെയുള്ള ഈജിപ്തിലെ മണ്ണ് പോലെയുമായിരുന്നു. കർത്താവ് സോദോമും ഗൊമോറയും നശിപ്പിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയായിരുന്നു അത്. 10-ാം തിരുവചനം പറയുന്നു, ലോത്ത് ഒരു വശത്തേക്ക് നോക്കി ജോർദാൻ സമതലം മുഴുവനും കണ്ടു. നമുക്കറിയാം, ഇന്നത്തെ ജോർദാൻ നാടിനും പലസ്തീനയ്ക്കും ഇടയിലുള്ള ജോർദാൻ നദി. അപ്പോൾ ജോർദാൻ സമതലം എപ്പോഴും സമൃദ്ധി കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ജോർദാൻ സമതലത്തിലേക്ക് പോകാനാണ് ലോത്തിന് താല്പര്യം വന്നത്. ജലസമൃദ്ധിയുണ്ട്, ഫലപുഷ്ടിയുള്ള മണ്ണുണ്ട്, പിന്നെ പച്ചപ്പുണ്ട്, മാത്രമല്ല പാർക്കാൻ നഗരങ്ങളും അവിടെയുണ്ട്. കാരണം അവിടെ നല്ല മണ്ണും പച്ചപ്പൊക്കെ ഉള്ളതുകൊണ്ട് ജനങ്ങൾ അധിവസിച്ച് അതൊരു പട്ടണമായി വളർന്നു കഴിഞ്ഞു. സോദോം ഗൊമോറ അതൊക്കെ അങ്ങ് വളർന്നു കഴിഞ്ഞു. അങ്ങനെ വളർന്നു വന്ന ആ സ്ഥലത്തേക്ക് പോകാനായിട്ടാണ് ഈ ലോത്ത് തീരുമാനിച്ചത്. ഇന്നും നമ്മുടെ മുമ്പിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരവസ്ഥ വന്നാൽ, തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യം വന്നാൽ നമ്മൾ സമൃദ്ധിയും സുഖവുമായിരിക്കും കൂടുതലായിട്ട് തേടുന്നത്. യൗസേപ്പ് പിതാവും മാതാവും പേരെഴുതിക്കാൻ വേണ്ടി അവരവരുടെ ജന്മസ്ഥലത്തേക്ക് പോകാൻ വേണ്ടി കഷ്ടപ്പാട് സഹിച്ച് യാത്ര ചെയ്യുകയാണ്. നിയമം അനുസരിക്കാൻ വേണ്ടി, അഗസ്റ്റസ് സീസറിൻ്റെ കൽപ്പന പ്രകാരമുള്ള നിയമം അനുസരിക്കാൻ വേണ്ടി സ്വന്തം ദേശത്തേക്ക് പേരെഴുതിക്കാനായിട്ട് പോകുക. പൂർണ്ണ ഗർഭിണിയായ മറിയം കൂടെയുണ്ട്. ജോസഫ് മറിയത്തിൻ്റെ ഈ വലിയ ദുരിതത്തിൻ്റെ അവസരത്തിലും മറിയം തൻ്റെ ഈ വലിയ സഹനത്തിൻ്റെ നിമിഷത്തിലും നിയമം അനുസരിച്ച് പിതാവിൻ്റെ പദ്ധതി പ്രകാരം തന്നെ പേരെഴുതിക്കാൻ വേണ്ടി പോകുന്ന വഴിക്കാണ് ഈ കുഞ്ഞിനെ അവതരിപ്പിക്കാൻ, ജനിപ്പിക്കാൻ വേണ്ടി ഒരു സ്ഥലം പോലും കിട്ടാതെ വന്നു. അല്ലെങ്കിൽ സ്വന്തം വീട്ടിലാ കുഞ്ഞിനെ പ്രസവിക്കാമായിരുന്നു, അല്ലെങ്കിൽ ബന്ധുഗ്രഹത്തിൽ പ്രസവിക്കാമായിരുന്നു, എലിസബത്തിൻ്റെ അടുത്തോ എവിടെയെങ്കിലും പോയിട്ട് കുഞ്ഞിനെ അവതരിപ്പിക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കാലിത്തൊഴുത്തിൽ ഈ കുഞ്ഞിനെ ഗുഹയ്ക്കകത്തൊക്കെ കുഞ്ഞിനെ അവതരിപ്പിക്കേണ്ടി വരുമായിരുന്നോ? ഇല്ല. പക്ഷേ ലോക ചരിത്രത്തിൽ എന്നും വലിയ സന്തോഷത്തോടെ ലോകത്തോട് വിശ്വാസികൾക്കും സഭയ്ക്കും പറയാൻ പറ്റിയ ഒരു വലിയ സന്ദേശം, അത് ദൈവപുത്രൻ ലോകത്തിൽ വന്ന് അവതരിച്ചത് ഒരു കാലിത്തൊഴുത്തിലാണ് എന്നുള്ളതായിരുന്നു. അങ്ങനെയുള്ള ഒരു എളിയ താഴ്ന്ന ഒരു സ്ഥലം തിരഞ്ഞെടുക്കാനായിട്ട് ദൈവപുത്രൻ്റെ അവതാരത്തിൻ്റെ നിമിഷത്തിൽ തിരഞ്ഞെടുക്കാനായിട്ട് ഇടവന്നത് എന്തുകൊണ്ടാണ്? അല്പസഹനമുള്ള, ത്യാഗമുള്ള, ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ജോസഫും മറിയവും തിരഞ്ഞെടുത്തതുകൊണ്ട്. നമുക്കറിയാം, തോമാസ് ലീഹ ഭാരതത്തിലേക്ക് വന്നപ്പോൾ അന്ന് അവിടെ ഭാഷ പരിചയമുള്ള, തൻ്റെ ഭാഷ അറിയാവുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് പോകാനല്ലേ തോമാസ് ലീഹ താല്പര്യപ്പെടേണ്ടത്. ഒരു ഭാഷാ പരിചയവും ഇല്ലാത്ത, ഒന്നും അറിഞ്ഞുകൂടാത്ത ഈ ഭാരതഭൂമിയിലേക്ക് ഇവിടെയുള്ള ജനങ്ങളെക്കുറിച്ചോ മതവിശ്വാസത്തെക്കുറിച്ചോ യാതൊരു അറിവും ഇല്ലാതെ തോമാസ് ലീഹ പരിശുദ്ധാത്മാവിന് പ്രചോദിതനായ അപ്പസ്തോലന്മാരുടെ പൊതു തീരുമാനപ്രകാരം ഭാരതത്തിലേക്ക് പുറപ്പെട്ടില്ലേ? അതുകൊണ്ടല്ലേ നമ്മളൊക്കെ ഇന്ന് ക്രൈസ്തവരെ ഇവിടെ കഴിയുന്നത്. അതായത് അല്പം സഹനങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ അത് വേണ്ട, എനിക്ക് എളുപ്പമുള്ളത് മതി, എനിക്ക് കൂടുതൽ ശരീരത്തിനും മനസ്സിനും സുഖം തരുന്നത് മതി എന്നുള്ള ബലഹീന പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന തീരുമാനങ്ങളെ നമ്മൾ എടുക്കുക. പക്ഷേ ലോത്ത് കൂടുതൽ സുഖമുള്ളത് തിരഞ്ഞെടുത്തിട്ടും പിന്നീട് നമ്മുടെ ചരിത്രം നമ്മൾ പഠിച്ചു വരുമ്പോൾ മനസ്സിലാക്കും, ലോത്തിൻ്റെ ജീവിതം നരകതുല്യമായതും നശിച്ചു പോയതും ലോത്തിൻ്റെ കുടുംബം മുഴുവനും തകർന്നു പോയതും ഈ ഒരൊറ്റ തെരഞ്ഞെടുപ്പിലായിരുന്നു. മാത്രമല്ല അവിടെ വേറൊരു കാര്യവും കൂടിയുണ്ട്. ലോത്ത് ജോർദാൻ സമതലം തിരഞ്ഞെടുത്തു, അവന് കിഴക്കോട്ട് യാത്ര തിരിച്ചു. അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു. അബ്രഹാം കാനാൻ ദേശത്തേക്ക് താമസമാക്കി. ലോത്ത് സമതലത്തിലെ നഗരങ്ങളിൽ വസിച്ചു. അവൻ സോദോമിനടുത്ത് കൂടാരമടിച്ചു. സോദോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിന് മുമ്പിൽ മഹാപാപികളുമായിരുന്നു. മഹാപാപികളായിരുന്ന ഒരു ജനസമൂഹത്തിൽ അവിടെയുള്ള നഗരത്തിൻ്റെ വശ്യത കണ്ട്, അവിടെയുള്ള സമൃദ്ധി കണ്ട്
പച്ചപ്പ് കണ്ട്, ഫലപുഷ്ടിയുള്ള മണ്ണ് കണ്ട്, അവിടെയുള്ള ജലസമൃദ്ധി കണ്ട് അതിലേക്ക് ഈ ലോത്ത് പോയപ്പോൾ അവൻ തെരഞ്ഞെടുത്തത് അവൻ്റെ കുടുംബത്തിൻ്റെ അവൻ്റെയും മഹാനാശത്തിൻ്റെ ഒരു നഗരത്തിൽ ആയിരുന്നു. അബ്രാഹം മരുഭൂമിയിലേക്ക് തിരിഞ്ഞു. ഇനി തുറന്ന് നമ്മൾ ധ്യാനിക്കും അടുത്ത ധ്യാനത്തിൽ. അബ്രാഹത്തിൻ്റെ ആ തെരഞ്ഞെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് വലിയൊരു സന്ദേശം തരികയാണ്. ഒന്നുമില്ലായ്മയിലേക്ക്, ശൂന്യതയിലേക്ക് അബ്രാഹം ഇറങ്ങിത്തിരിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ഊർദേശത്ത് നിന്ന്, മെസ്സൊപ്പൊട്ടേമിയയിലെ ഊർദേശത്ത് നിന്ന് ഹാരാനിലേക്ക് അപ്പൻ്റെ കൂടെ യാത്ര തിരിച്ച് അവിടെ അല്പസമൃദ്ധിയുള്ള ഒരു നാട്ടിലേക്ക് വന്ന അബ്രാഹത്തെ അവിടെ നിന്നാണ്, ഹാരാനിൽ നിന്നാണ് ദൈവം വിളിച്ചിങ്ങോട്ട് കൊണ്ടുവന്ന കാനാനിലേക്ക്. ഒരു ഉറപ്പില്ല, യാതൊരു തരത്തിലുള്ള സുരക്ഷിതത്വം ഇല്ലാത്തൊരു നാട്ടിലേക്ക്, യാതൊന്നും അറിഞ്ഞുകൂടാത്തൊരു കാലത്തും അബ്രാഹം എങ്ങനെ ഇറങ്ങി പുറപ്പെട്ടുവോ, ഒരു ശൂന്യതയിലേക്കുള്ള കുതിച്ചുചാട്ടം, ലീപ്പ് ഇൻ ടു ഡാർക്ക്നെസ് എന്നാണ് അതിനെക്കുറിച്ച് പറയുക. ഒരു ശൂന്യതയിലേക്ക്, ഒരു അന്ധകാരത്തിലേക്ക് കുതിച്ചുചാട്ടം. താഴെ എന്താ ഉള്ളതെന്ന് അറിഞ്ഞുകൂടാ, ആഴം എത്രയുണ്ടെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ ചാടി. അതുപോലൊരു പ്രവൃത്തിയാണ് അബ്രാഹം അന്ന് ചെയ്തത്, ഇപ്പോഴും അത് തന്നെ ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ സഹോദര സ്നേഹത്തിൻ്റെ ഉത്തമ മാതൃകയായി അബ്രാഹം നിൽക്കുകയാണ്. സഹോദര സ്നേഹമില്ലായ്മയുടെ ഏറ്റവും നീചമായ മനസ്സിൻ്റെ ഉടമയായി ലോത്ത് നിൽക്കുക. അബ്രാഹം കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ പിതൃതുല്യമായ സ്നേഹം നൽകി തൻ്റെ കൂടെ കൊണ്ടുവന്നതാണ് ഈ വല്യപ്പച്ചന് സമാനമായി, അല്ലെങ്കിൽ അപ്പനേക്കാൾ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന അബ്രാഹം എന്ന് ലോത്ത് ചിന്തിച്ചില്ല. ആ ചിന്തയില്ലായ്മയിൽ നിന്ന് അവൻ ഒരു അങ്ങേയറ്റത്തെ തിന്മയുള്ള ഒരു തീരുമാനത്തിലെത്തി. ആ തീരുമാനം അവൻ്റെ നാശത്തിന് കാരണമായി. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും നമ്മളെപ്പോഴും നമുക്ക് സ്വീകാര്യമായ, നമുക്ക് സന്തോഷം നൽകുന്ന, സുഖം നൽകുന്നത് അത് തിരഞ്ഞെടുക്കാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മുടെ ചുറ്റുമുള്ള, നമ്മുടെ കൂടെയുള്ള, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന, നമ്മെ ആശ്രയിച്ച് നിൽക്കുന്ന, നമ്മെ കൈപിടിച്ചുയർത്തിയ അവരുടെ സുസ്ഥിതിയും സന്തോഷവും അവരോടൊത്തുള്ള സഹവാസവും അവരെ കൈപിടിച്ച് ഉയർത്താനായിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ നമ്മൾ കാണണം. അത് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് അബ്രാഹത്തിൻ്റെ മാതൃക പിന്തുടരാം. ലോത്തിനെ പോലുള്ള പാപം, ലോത്ത് ചെയ്തതുപോലുള്ള പാപം ചെയ്യാതിരിക്കാം. പ്രാർത്ഥിക്കാം. ഈശോയെ, ലോത്തിൻ്റെ ഹൃദയ കാഠിന്യം, സ്വന്തമല്ലാത്ത മനസ്സിൽ നിന്നുണ്ടായ പാപകരമായ തീരുമാനം, അതിലൂടെ ഉണ്ടായ ദുരന്തം ഇപ്പം ഞങ്ങൾ ധ്യാന വിഷയമാക്കി. അബ്രാഹത്തിൻ്റെ നല്ല മനസ്സും അവൻ്റെ സ്നേഹവും സഹോദര സ്നേഹത്തിൽ നിന്നുണ്ടായ ബന്ധങ്ങളും എല്ലാം ഞങ്ങൾ ഇപ്പോൾ ധ്യാന വിഷയമാക്കി. ഈശോയെ, ഞങ്ങൾക്കും അബ്രാഹത്തെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഭാഗ്യവും അനുഗ്രഹവും ഉണ്ടാകട്ടെ. ലോത്തിൻ്റെ പാപകരമായ മനസ്സ് ഞങ്ങൾക്കുണ്ടെങ്കിൽ അത് എടുത്തുമാറ്റി അബ്രാഹത്തിൻ്റെ മനസ്സ് ഞങ്ങൾക്ക് തരണേ കർത്താവേ. ഇന്നത്തെ ശുശ്രൂഷ പങ്കെടുത്ത എല്ലാവരെയും തിരുവചനത്തിൻ്റെ അഭിഷേകത്താൽ, വിശുദ്ധമായിട്ടുള്ള ധ്യാന നിമിഷങ്ങൾ കിട്ടിയ സൽപ്രേരണയുടെ നിറവിനാൽ, നല്ല തീരുമാനങ്ങളുടെ അഭിഷേകത്താൽ നയിക്കണമേ. എല്ലാ രോഗികളെ സുഖപ്പെടുത്തണമേ. ഇന്നത്തെ ശുശ്രൂഷ പങ്കെടുത്ത എല്ലാവരും ഭൗതിക ലോകത്തോടുള്ള അമിതമായ ആശ്രയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപയിലുള്ള ആശ്രയബോധത്തിലേക്ക് കടന്നു വരേണ്ടവരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ, ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ, ആരാധന ആരാധന
ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും, ഈ ശുശ്രൂഷയെ വിവിധ രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും ഇരുന്ന് പങ്കെടുക്കുന്ന എല്ലാവരും, അവരെ പീഡിപ്പിക്കുന്ന എല്ലാ രോഗപീഠകളും, എല്ലാ തരത്തിലുള്ള പൈശാചിക ശക്തികളെ ഉപദ്രവങ്ങളും എല്ലാം വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ തിരുരക്തം ഈ ദിവ്യകാരുണ്യം വഴി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരിലും വന്ന് വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ രക്തത്തിൽ എല്ലാ പാപക്കറകളും നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ ചുടുചോര ഓരോ വ്യക്തിയെ ഇപ്പോൾ വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 യോഹന്നാൻ 1:7 അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മളെ ശുദ്ധീകരിക്കുന്നു. കർത്താവേ, പാപങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അറിഞ്ഞും അറിയാതെ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ചെയ്തു പോയ പാപങ്ങളെല്ലാം പൊറുക്കാൻ തിരുവെള്ളമാകണമേ. തിരുരക്തം ഞങ്ങളുടെ മേൽ വീഴ്ത്തണമേ കർത്താവേ. ഏതെല്ലാം മനസ്സ് മുറിവേറ്റിരിക്കുന്നുവോ, ഏതെല്ലാം ശരീരം രോഗബാധിതമായിരിക്കുന്നുവോ, ഏതെല്ലാം ആത്മാവ് പാപത്താൽ മലിനമാക്കപ്പെട്ടിരിക്കുന്നുവോ, ഈ ആത്മാവിലേക്കും മനസ്സിലേക്കും ശരീരത്തിലേക്കും ഓ ഈശോയെ അങ്ങയുടെ ചുടുചോര ഒഴുകി വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കഴുകുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങയോട് പങ്കില്ലല്ലോ കർത്താവേ. അങ്ങ് ഞങ്ങളെ കഴുകണമേ കർത്താവേ. എല്ലാവരും ഇപ്പോൾ കഴുകണമേ കർത്താവേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കർത്താവേ. പാപമോചനം നൽകണമേ കർത്താവേ. എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് ഈ വലിയ ശുശ്രൂഷയുടെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലേക്കും ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപികൾ മാനസാന്തരപ്പെടട്ടെ. ബന്ധനം മോചിക്കപ്പെടട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അന്ധകാര ബന്ധനം അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ഊമർ സംസാരിക്കട്ടെ. കെട്ടഴിയട്ടെ. ശ്വാസകോശ രോഗങ്ങൾ മാറട്ടെ. തലച്ചോരൻ രോഗങ്ങൾ മാറട്ടെ. മാനസിക രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അവരുടെ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. വായിലെ മോണയിലെ പല്ലിന്റെ രോഗങ്ങളെല്ലാം വിട്ടുപോകട്ടെ. തൊണ്ടയിലെ ശ്വാസകോശത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ഹൃദയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ആമാശയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. കുടലിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. പ്രമേഹ രോഗം വിട്ടുപോകട്ടെ. പാൻക്രിയാസ് സൗഖ്യം പ്രാപിക്കട്ടെ. കരൾ രോഗം വിട്ടുപോകട്ടെ. എല്ലാ നാഡീഞരമ്പുകളും ബലം പ്രാപിക്കട്ടെ. അസ്ഥികൾ ബലം പ്രാപിക്കട്ടെ. അസ്ഥികളെ സുഖപ്പെടുത്തണമേ. തളർന്ന ശരീരം ബലം പ്രാപിക്കട്ടെ. ത്വക്ക് രോഗം മാറട്ടെ. രക്തത്തിന്റെ വൈകല്യങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതകരമായി സൗഖ്യം ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. കെട്ടുകൾ അഴിയട്ടെ. മുറിവുകൾ മാറട്ടെ. എല്ലാവരും സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ പാപങ്ങളും നീങ്ങി പോകട്ടെ. കുടുംബങ്ങൾ ഐശ്വര്യം നിറയട്ടെ. അനുഗ്രഹം നിറയട്ടെ. സമൃദ്ധി നിറയട്ടെ. ഹല്ലേലൂയ. കാൽമുട്ട് ഇങ്ങനെ തിരിഞ്ഞു പോയിട്ട് കാലിൽ പരിക്ക് പറ്റ ഒരാളെ സുഖപ്പെടുന്നുള്ള സന്ദേശം പറഞ്ഞിരുന്നല്ലോ. ഈ സഹോദരിയുടെ തരുന്ന സാക്ഷ്യം ഇപ്പോൾ വളരെ ഗുരുതരമായ മുട്ടിൻ്റെ പരിക്ക് പറ്റി ലിഗമെൻ്റ് പൊട്ടിയിട്ട് ഓപ്പറേഷൻ ചെയ്ത് സുഖപ്പെടുത്താനേ പറ്റൂ എന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ വെയിറ്റ് കുറയ്ക്കാതെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വേദന മൂലം ആത്മഹത്യ ചെയ്യാൻ തീരുമാനമെടുത്ത് നടന്നിരുന്നൊരു മകളായിരുന്നു. ഇവിടെ ധ്യാനിക്കാൻ വരാൻ ഇവിടുന്നുള്ള അസിസ്റ്റന്റ് ഡയറക്ടർ അച്ഛൻ ഈ സഹോദരിയോട് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ വന്ന് ധ്യാനം കൂടി. ഇന്നലെ വൈകുന്നേരം, അതിനു മുമ്പ് വീൽ ചെയറിലാണ് വന്നത്. വീൽ ചെയറിൽ വന്ന് കിടപ്പ് രോഗിയുടെ വശത്താണ് കിടന്നത്. റൂമിൽ കിടന്ന് ധ്യാനിക്കുകയായിരുന്നു. ഇവിടെ വന്നിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്നലെ വൈകുന്നേരം മുതൽ ആ പ്രശ്നമൊക്കെ പരിഹരിച്ച് ഒറ്റയ്ക്ക് നടന്നു വന്നിരിക്കുകയാണ്. സഹോദരി വിവരിച്ച് പറഞ്ഞു. എൻ്റെ പേര് മേഴ്സി, സ്ഥലം പൂവത്തുശ്ശേരി. ഞാൻ കഴിഞ്ഞ ജനുവരി മാസം ഞങ്ങളുടെ അയലക്കത്തെ വീട്ടിലെ പട്ടി ഓടി വരുന്നത് കണ്ട് ഞാൻ ഓടി റോട്ടിൽ തട്ടി, ടാറ് റോട്ടിലും 2 മുട്ടടിച്ച് വീണു കഴിഞ്ഞിട്ട് അപ്പം പൊട്ടലുണ്ടായിരുന്നുള്ളൂ മുട്ടിന് തൊലിയുമ്പോൾ. അത് കഴിഞ്ഞപ്പോൾ അത് പുറത്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായ പെയിൻ. അതിന് MRI സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു മുട്ടിൻ്റെ ലിഗമെൻറ്റ് പൊട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് LF-ൽ ഒരാഴ്ചയോളം അഡ്മിറ്റായി. അവിടെ കിടന്നിട്ട് കുറവ് കിട്ടിയില്ല. പിന്നെ വീട്ടിൽ തിരിച്ചു വന്നു. പിന്നെ സെൻറ്റ് ജെയിംസിൽ പോയി അഡ്മിറ്റായി. അവിടെ ഫിസിയോതെറാപ്പി ചെയ്തു. എന്നിട്ടും കുറവ് കിട്ടിയില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്യണം, പക്ഷേ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ വെയിറ്റ് കുറയ്ക്കണമെന്ന് പറഞ്ഞു. അത് എന്നെക്കൊണ്ട് പറ്റാത്ത ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. പിന്നെ ആയുർവേദ ആസ്പത്രി 3 ആഴ്ച കിടന്നു. കുറേ പൈസ അവിടെ ചിലവാക്കി. എന്നിട്ടും കുറഞ്ഞില്ല. പിന്നെ ഞാൻ വീട്ടിൽ തിരിച്ചു വന്നതിനിപ്പോൾ പിന്നെ എനിക്ക് മടുപ്പായി. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല, പള്ളിയിൽ പോകാൻ പറ്റണില്ല.
ഞാൻ തനിയുള്ളൂ വീട്ടിൽ. അപ്പോൾ പിന്നെ എനിക്ക് വിഷമമായി. ഞാൻ പിന്നെ ഒരു ദിവസം ഇങ്ങനെ ഇനി ജീവിക്കണ്ട, മരിക്കാമെന്ന് വരെ ഞാൻ ചിന്തിച്ചു, ഒരുപാട് ആഗ്രഹിച്ചു. ഞാൻ വേണമെങ്കിൽ ചെയ്തു പോകുമായിരുന്നു. പക്ഷേ എന്തോ എന്നെ ദൈവം അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. എൻ്റെ മക്കൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടായിരിക്കും എന്നെ രക്ഷപ്പെടുത്തി വിചാരിക്കണം. പിന്നെ ബിജോച്ചൻ ഞാൻ വിളിച്ചപ്പോൾ ബിജോച്ചൻ പറഞ്ഞു, ചേച്ചി വന്ന് ധ്യാനം കൂടണം, അച്ഛൻ്റെ ധ്യാനം വന്ന് കൂടണം എന്ന് പറഞ്ഞു. ഞങ്ങൾ 22 വർഷം മുമ്പ് ഞാനും ഭർത്താവും അച്ഛൻ്റെ ധ്യാനം കൂടിയിട്ടുണ്ട്. പോട്ടയിൽ. ഞാനൊരു വിധവയാണ്. ഭർത്താവ് 14 വർഷമായി. പക്ഷേ എന്നിട്ട് മിനിയാന്ന് ഞാൻ വന്നത് വീൽ ചെയറിലാണ് വന്നത്. എന്നെ ആ ബ്രദർ തള്ളി കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. കാരണം എനിക്ക് ഇത്ര വെയിറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടപ്പെട്ട് ഞാൻ ആ വീൽ ചെയറിൽ ഇരുന്നത്. മിനിയാന്ന് ഞാൻ വീൽ ചെയറിൽ വന്നിരുന്നു ഇവിടെ ഇരുന്ന് പ്രാർത്ഥനയ്ക്ക് വന്നത്. ഞാൻ ഇന്നലെ തനിയെ നടന്നു വന്നു. റൂമിലെ കൊച്ചുങ്ങളും എന്നെ പിടിച്ച് കൊണ്ടുവന്നത്. പക്ഷെ ഇന്ന് ഞാൻ രാവിലെയും ഇപ്പോഴും തന്നെ ആരും പിടിക്കാതെ തനിയെ നടന്നു വരാൻ എനിക്ക് കാലുകൾക്ക് ബലം കിട്ടി. വേദന മാറി. ആത്മഹത്യ ചെയ്യേണ്ട തീരുമാനമെടുത്തു. ഇപ്പം അതിനേക്കാൾ ഉപരി എൻ്റെ മനസ്സിനും എൻ്റെ ആത്മാവിനും എന്നെ ഈശോ സുഖപ്പെടുത്തി. എനിക്ക് അതിന് ഒരുപാട് നന്ദി. എൻ്റെ ഈശോയോട് നന്ദി. ഈശോയെ കർത്താവ് നൽകിയ കൃപയോർത്ത് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. ഈ നിൽക്കുന്ന ജോയ് എന്നയാൾ കൊല്ലത്തുനിന്ന് വരുന്നു. 10 വർഷം, എത്ര വർഷം മുമ്പ്? 10 വർഷം മുമ്പ് ഈ ഇടത് ചെവിക്ക് കേൾവി നഷ്ടപ്പെട്ടു പോയി. എന്ത് പറ്റിയതാണ്? അതെന്തോ ഒരു പനി വന്നപ്പോൾ ശേഷം കേൾവി ഇല്ലായിരുന്നു. ഇപ്പം വലത് ചെവി അടച്ചു പിടിച്ച് അങ്ങോട്ട് നോക്കിക്കോ. എത്ര വയസ്സായി? 47. ഇപ്പം നന്നായിട്ട് കേൾക്കാവോ? കേൾക്കാം. എത്ര ചെറിയ സ്വരത്തിൽ പറഞ്ഞിട്ടും ഈ ഇടത് ചെവിക്ക് കേൾവി കിട്ടി. 10 വർഷമായിട്ട് കേൾവി നഷ്ടപ്പെട്ടു പോയ ചെവി കർത്താവ് തൊട്ട് സുഖപ്പെടുത്തിയതിനോർത്ത് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ ഡിവൈൻ വിഷൻ ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. ഫാക്സ് 0091 480 270 8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.